ഡേറ്റ ഡിസ്ട്രക്ഷൻ ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് ഡേറ്റ കളക്ഷൻ. ഇപ്പോൾ ഓൺലൈൻ അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സായ ഒരാൾക്ക് ഒരു 10 വയസ്സുള്ള ഒരാളോ 15 വയസ്സുള്ള ഒരാളായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ എളുപ്പമാണ്. അതായത് ഗംഗയ്ക്ക് നാഗവല്ലി ആവാനും നാഗവല്ലിക്ക് ഗംഗയാവാനും വളരെ എളുപ്പമാണ് ഓൺലൈനിൽ ചെയ്യാൻ. ഇപ്പോൾ പാസ്കോഡ് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് 1234 അല്ലെങ്കിൽ 7890 അല്ലെങ്കിൽ നമ്മുടെ 2255 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇത് പാസ്വേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഉണ്ട് എന്നും ഇല്ല എന്നും പറയേണ്ടി വരും. അതായത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഇതിന്റെ ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ അവർ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ടെക്നോളജി മനുഷ്യന് തന്നെ സ്വാഭാവികമായിട്ടും, അതായത് എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ അർത്ഥം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻസിൽ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ചില രാജ്യങ്ങൾ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ചില രാജ്യങ്ങൾ വാട്സാപ്പ് കോളിംഗ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രോട്ടോകോൾസൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല എന്നത് പേടിയുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഒന്നുകിൽ മോണിറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. മോണിറ്റർ ചെയ്യുന്നത് റിയലിസ്റ്റിക് അല്ല, അപ്പോൾ ബ്ലോക്ക് ചെയ്യണം, ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്കാണ് ചെയ്യുന്നത്. വാട്സാപ്പിൻ്റെ ചാറ്റുകൾ നമ്മൾ ബാക്കപ്പ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയാലും ഈ ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റ പവർഫുൾ ആണ് എന്ന് പറയുന്നത് അത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റിന് അത് പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. എവിഡൻസ് കളക്ഷൻ ആൻഡ് എവിഡൻസ് പ്രോസസ്സിങ്ങിൽ ശരിയായ രീതി ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സിസ്റ്റത്തിന് സെക്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്ത ശേഷം അതിൽ ഡിജിറ്റൽ എവിഡൻസ് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ വലിയ ബൃഹത്താണ്. അത് ഒരു പേഴ്സണൽ തലത്തിൽ തൊട്ട് അന്താരാഷ്ട്ര തലത്തിൽ വരെ പലതരത്തിലിങ്ങനെ പല അടരുകളുള്ള ഒരു വലിയ ബൃഹത്തായ വിഷയം തന്നെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ രംഗത്തൊരു 10-25 വർഷത്തെ അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ടേമിനെ, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടേമിനെ ഒരു വിശാല അർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? സൈബർ സുരക്ഷാ മേഖല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളിലുള്ള ഒരു അതിപ്രസരം. നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളായാലും അതല്ല ഓൺലൈനിൽ ചെയ്യുന്ന എന്ത് വേണമെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളായാലും അത് തീർച്ചയായിട്ടും ഒരു ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സൈബർ സുരക്ഷാ മേഖല എന്ന് പറയുന്നത് ഈ സൈബർ ലോകം എന്ന് പറയുന്നത് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്, അതായത് വേൾഡ് വൈഡ് വെബ്, ഇൻ്റർനെറ്റ് ഒക്കെ പറയുന്നതിന് പോലെ തന്നെ അതിൻ്റെ ഒരു സെക്യൂരിറ്റി, അതായത് അതിൻ്റെ സുരക്ഷയെ ആധികാരികമാക്കിയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഫ്രോഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ തട്ടിപ്പുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സോഷ്യൽ ഫിംഗർ പ്രിൻറ്റിങ് എന്നൊക്കെ ചെയ്തതിന് ശേഷം അതിൽ വരുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഒരാളുടെ ഐഡൻറ്റിറ്റി മോഷ്ടിച്ചുകൊണ്ട് വേറൊരാളാണെന്ന് ഓൺലൈനിൽ വരുത്തി തീർക്കാവുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ സൈബർ സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ സ്പേസിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ അനോണിമിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഫീച്ചറാണ് ഓൺലൈൻ അനോണിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സായ ഒരാൾക്ക് ഒരു 10 വയസ്സുള്ള ഒരാളോ 15 വയസ്സുള്ള ഒരാളായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ എളുപ്പമാണ്. അതായത് ഗംഗയ്ക്ക് നാഗവല്ലി ആവാനും നാഗവല്ലിക്ക് ഗംഗയാവാനും വളരെ എളുപ്പമാണ് ഓൺലൈനിൽ ചെയ്യാൻ. അപ്പോൾ ഈ ഓൺലൈൻ അനോണിമിറ്റി ഉള്ളത് കൊണ്ടാണ് പല രീതിയിലുള്ള ആക്രമണങ്ങളും കണ്ടുപിടിക്കില്ല, അല്ലെങ്കിൽ കണ്ടുപിടിച്ചാലും വലിയ ശിക്ഷയൊന്നും ലഭിക്കില്ല എന്നുള്ളതൊക്കെ ഉള്ളത് കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്, പല രീതികളിലും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. വാട്ട് യു ഡു ഓൺലൈൻ വിൽ ഓൾവേസ് ബി ഓൺലൈൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധയോടും കുറച്ച് കരുതലോടും കൂടി ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിനേക്കാൾ മുൻപായിട്ട്, സോഷ്യൽ മീഡിയ ഇടപെടലിന് മുൻപായിട്ട് നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ആ സമയത്ത്
ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ സെക്യൂരിറ്റി ബ്രീച്ച് ആവാനുള്ള സാധ്യതകൾ നിൽക്കുന്നത്? സോഷ്യൽ മീഡിയ ഇടപെടലല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ ബാങ്കിങ്ങിന് നമ്മുടെ KYC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണല്ലോ. അതിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ഫോണ് ലോഗിൻ ചെയ്യാൻ വരെ നമ്മുടെ ഇമെയിൽ ID യും നമ്മളുടെ എല്ലാത്തരം പേഴ്സണൽ ഇൻഫർമേഷൻ തൊട്ട് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്വകാര്യതയെ സൂക്ഷിക്കാൻ പറ്റുന്നത്? ഓക്കെ, നമ്മളിപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിനിപ്പോൾ 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ഡിവൈസസ്, അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഈ ഫോണാവാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ആവാം, നമ്മുടെ ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ്സ് ആവാം. നമ്മളത് ചെയ്യുന്നതൊക്കെ ആക്സസ് ചെയ്യുന്നത് ഡേറ്റയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പല വെബ്സൈറ്റ്സിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ KYC ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നതൊക്കെ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമ്മുടെ ഡിവൈസസ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ആ മൊബൈൽ ഫോണിൽ എന്തൊക്കെ തരം സെക്യൂരിറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്, എന്തൊക്കെ സെക്യൂരിറ്റി ബ്രീച്ചസ് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, അത് തീർച്ചയായിട്ടും ഒരു ആപ്പ്, അതിപ്പോൾ എല്ലാം ആപ്പാണ്, അതിന് പല ആപ്പുകളുണ്ട്, ആപ്പുകൾ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പം നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഒരു സ്പൈവെയർ അല്ലെങ്കിൽ ഒരു വൈറസ്, ഒരു ട്രോജൻ, അങ്ങനത്തെ ഒക്കെ ഒരു തരം അറ്റാക്ക് വരാനുള്ള, ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഒരു ഡിവൈസിൻ്റെ മാത്രം സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിവൈസിലേക്കുള്ള ആക്സസ് നമ്മൾ കൊടുക്കുമ്പോഴും അതിൽ നമ്മൾ സെക്യൂരിറ്റി തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ഇപ്പോൾ പാസ്കോഡ് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് 1234 അല്ലെങ്കിൽ 7890 അല്ലെങ്കിൽ നമ്മുടെ 2255 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇത് പാസ്വേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റിൽ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിവൈസിൽ നമ്മൾ അതുപോലെ സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസ് കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞാൽ അത് മുഖേന നമ്മളുടെ ഇൻഫർമേഷൻസ് പലർക്കും ആക്സസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അത് കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇത് ഡിവൈസിൻ്റെ മാത്രം കാര്യമാണ്. ഡിവൈസ് മൂലം നമ്മൾ ആക്സസ് ചെയ്യുന്നത് ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ്, ഇൻഫർമേഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ അല്ലാതെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡിവൈസ് സെക്യൂരിറ്റിയിൽ പ്രശ്നമുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ ഫോണിന് ഒരു പാസ്കോഡ് ഇല്ല, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു പാസ്കോഡാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ ഡിവൈസ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് മുഖേന ഇൻ്റർനെറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ആക്സസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സംശയമാണ്, നമ്മുടെ ഡിവൈസിനകത്തുള്ള ഡോക്സ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ, ഡോക്സിനകത്ത് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇതെല്ലാം ഡോക്സിൽ ഓരോരോ ഫയലുകളായിട്ട് വെറുതെ എഴുത്ത് സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോർ ചെയ്ത് വെച്ച് അത് ക്ലൗഡിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. അതൊരു റിമോട്ട് ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കക്ഷിക്ക് അല്ലെങ്കിൽ ഗൂഗിളിന് തന്നെ അതിനകത്ത് ആക്സസ് ഉണ്ടോ? ആക്ച്വലി ഉണ്ട് എന്നും ഇല്ല എന്നും പറയേണ്ടി വരും. അതായത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഇതിൻ്റെ ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ അവർ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആക്സസ് ആക്ച്വലി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ പാസ്വേഡ് നമ്മൾ കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ആ ഡേറ്റ ആക്ച്വലി ഈ ക്രെഡൻഷ്യൽസ്, അതായത് ഈ യൂസർ നെയിം പാസ്വേഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റായ യൂസർ നെയിം പാസ്വേഡ് അല്ല, അല്ലെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഗൂഗിളിൻ്റെ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതൊരു വലിയൊരു കൺസേൺ ആണ്. ഇത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്കാണ്. പാസ്വേഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ടത്. അപ്പോഴും എൻ്റെ സംശയം മാറുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോയിൽ തന്നെ സർക്കാരിൻ്റെ ഒരാവശ്യം എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ രീതി എടുത്ത് മാറ്റണം സർവീസ് പ്രൊവൈഡേഴ്സ് എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അതിൻ്റെ അർത്ഥം അത് സാധ്യമാണ് എന്ന് തന്നെയാണല്ലോ. എൻഡ് ടു എൻഡ് പ്രൊട്ടക്ഷൻ നമ്മുടെ ഈ പറയുന്ന വാട്സപ്പ് ആയാലും എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആപ്പുകളായാലും അവരുടെ ഒരു ക്ലെയിമായിട്ട് പറയുമ്പോഴും
ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ടെക്നോളജി മനുഷ്യന് തന്നെ സ്വാഭാവികമായിട്ടും, അതായത് എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ അർത്ഥം. അതായത് നമ്മൾ എത്രയൊക്കെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് പാസ്വേഡ് വെച്ചിട്ടേ അത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴും അതൊന്നും ഇല്ലാതെ അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള സാധ്യത അവിടെ കിടക്കുന്നില്ലേ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ്റെ ബേസിക് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രണ്ടുപേരും വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻ്റർഫിയർ ചെയ്യാനോ അതല്ല അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ ഒരാൾക്കും പറ്റില്ല എന്നാണ് വാട്സാപ്പ് പറയുന്നത്. അതായത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡിൽ നിന്ന് ആ എൻഡ് വരെയുള്ള കമ്മ്യൂണിക്കേഷൻ മൊത്തം ഒരു എൻക്രിപ്റ്റഡ് ചാനലിലാണ് പോകുന്നത്. അപ്പോൾ ഈ എൻക്രിപ്റ്റഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ടെക്സ്റ്റ് അല്ല. ക്ലിയർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഐ വിൽ കം ദർ എന്ന് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് ക്ലിയർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് ആകുമ്പോൾ അതൊരു ഗാർബിൾഡ് അല്ലെങ്കിൽ ഒരു സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ടായിരിക്കും അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. അപ്പോൾ ഇതിനെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിനെ ഇടയിൽ ഇന്റർസെപ്റ്റ് ചെയ്ത ശേഷം അത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻസിൽ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡറും റെസിപ്പിയൻറ്റും തമ്മിൽ ഒരു പ്രൈവറ്റ് കീ, പബ്ലിക് കീ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വേണ്ട, പകരം ഇടയിൽ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറേ കാലം മുമ്പ് പല പ്രൊവൈഡേഴ്സിനും അത് പ്രശ്നമായത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ്റെ ഒരു ബേസിക് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുക, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, നോൺ റെപ്യൂഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഈ 3 ഏരിയാസ് ആണ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലായി, ഇൻറ്റഗ്രിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ, അത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ആ മെസ്സേജ് വേറൊരാൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഇൻറ്റഗ്രിറ്റി കമ്പോണന്റ് ഓഫ് എൻക്രിപ്ഷൻ. മൂന്നാമത്തെ കമ്പോണന്റ് നോൺ റെപ്യൂഡിയേഷൻ എന്നാണ്. ഈ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ച ആൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല, ഞാനല്ല അത് അയച്ചത് എന്ന്. അപ്പം നോൺ റെപ്യൂഡിയേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഈ 3 കമ്പോണൻസ് ആണ് എൻക്രിപ്ഷൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ ഒരു കീ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് അത് ഇടയിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്താണ് മനസ്സിലാക്കാനുള്ള യാതൊരു പ്രൊവിഷനും ഇല്ല. അതിപ്പോൾ വാട്സാപ്പ് കോളുകളായാലും വാട്സാപ്പ് മെസ്സേജസ് ആയാലും വാട്സാപ്പിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. വാട്സാപ്പിൻ്റെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് അക്കൗണ്ട്സ് അവരിപ്പോൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, ബിസിനസ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും. ആ ബിസിനസ് അക്കൗണ്ടായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് അവർ മോഡിഫൈ ചെയ്തിരുന്നു. പേഴ്സണൽ ചാറ്റ് സെക്യൂർ ആണ്, ആർക്കും ഒന്നും ഇടയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ചില രാജ്യങ്ങൾ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ചില രാജ്യങ്ങൾ വാട്സാപ്പ് കോളിംഗ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രോട്ടോകോൾസൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല എന്നത് പേടിയുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഒന്നുകിൽ മോണിറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. മോണിറ്റർ ചെയ്യുന്നത് റിയലിസ്റ്റിക് അല്ല, അപ്പോൾ ബ്ലോക്ക് ചെയ്യണം, ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്രൈം നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേഴ്സണൽ ഡിവൈസ് ആക്സസ് ചെയ്യുന്നു, അതിനകത്തേക്ക് നമ്മളടുത്ത് ചോദിച്ചിട്ടോ അല്ലാതെയോ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സംഗതികൾ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഇടുക്കിയിലെ കേസിലൊക്കെ അയാളുടെ പേഴ്സണൽ മൊബൈലിൻ്റെ അകത്ത് നിന്നുള്ള ഇൻഫർമേഷന് കേസിന് ഭയങ്കരമായിട്ട് സഹായകരമായിട്ടുണ്ട്, അയാൾ നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പം അത് ഇത്തരം ചാറ്റുകൾ പോലും മൂന്നാമതൊരു പാർട്ടിക്ക് ഡിവൈസിൽ കൂടെ അല്ലാതെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത സംഗതികൾ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് സാധ്യമാവുന്നതാണോ? അത് എവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നതാണ് അതിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. ഇപ്പോൾ 2 ഡിവൈസിലും തമ്മിൽ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി നമുക്കത് റിസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അത് ആ ഡിവൈസിൽ കൂടി മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പിന്നെ ബാക്കപ്പ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ ചാറ്റുകൾ നമ്മൾ ബാക്കപ്പായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയാലും ഈ ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. സർവീസ് പ്രൊവൈഡർ ഇതൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം സർവീസ് പ്രൊവൈഡർ അടുത്ത് നിന്ന് ഇത് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് പൊതുവെ കുറവാണ്. അപ്പോൾ ഈ 2 ഡിവൈസിൽ നിന്നാണ് പൊതുവെ ആക്സസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്.
ചാറ്റുകൾ മാത്രമല്ല, ഇപ്പോൾ ചാറ്റുകളിൽ വന്നിട്ടുള്ള ഇൻഫർമേഷൻ ചെയ്താലും ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽസ് ഹെഡർ തീർച്ചയായിട്ടും ആ ഡിവൈസിൻ്റെ ചാറ്റ് ഹിസ്റ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇവർ ചാറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, എന്തെന്ന് മനസ്സിലാവില്ല, എന്ന് മനസ്സിലാവില്ല അവർ. അപ്പോൾ അത് ഡിലീറ്റ് മാത്രമല്ല, ഷ്രെഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഷ്രെഡിങ് ഒരു ഡേറ്റ സെക്യൂർ ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. അത് ഡിവൈസിൽ തന്നെ, ആ ഡിവൈസിൽ തന്നെ. അപ്പോൾ അത് ഷ്രെഡിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഷ്രെഡിങ് ആപ്പുകൾ യൂസ് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് പൊതുവെ കുറവാണ്. പക്ഷേ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, അതായത് നിയമപാലകരുടെ അടുത്ത് ലോകത്തെമ്പാടുമുള്ള പല ഏജൻസീസിൻ്റെ അടുത്തും ഈ ഡിവൈസസ് മാത്രമല്ല, ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് കളയുന്ന ഇൻഫർമേഷൻസ് കൂടി റിക്കവർ ചെയ്തെടുക്കാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോറൻസിക് ടൂൾസ് അവൈലബിൾ ആണ്. അത് എല്ലാ രാജ്യത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൻ്റെ അടുത്തും അവർക്ക് തീർച്ചയായിട്ടും ആക്സസ് ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസ്, പോലീസ് ഫോഴ്സിലുള്ള റിസോഴ്സസ് തീർച്ചയായിട്ടും ട്രെയിൻഡും ആയിരിക്കും എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. ടൈം കൺസ്യൂമിംഗ് ആണ്, ബിക്കോസ് നമ്മളിതിൻ്റെ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഒരു 10 തവണ ഓവർ റൈറ്റ് ചെയ്ത് അതിൽ മെമ്മറി സ്പോട്ടിൽ നമ്മൾ സീറോസും വൺസും ഒക്കെ സ്ക്രാമ്പിൾ ചെയ്തൊക്കെ, ഇത് ടെക്നോളജിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കത്ത് നമ്മളൊരു പോസ്റ്റ് കാർഡിൽ എഴുതി കഴിഞ്ഞാൽ അതേ പോസ്റ്റ് കാർഡിൻ്റെ കത്ത് എഴുതിയതിൻ്റെ മുകളിൽ കൂടി തന്നെ വേറൊരു കത്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു 4-5 തവണ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഒറിജിനലായിട്ട് എഴുതിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓവർ റൈറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുന്നതാണ് ഈ ഷ്രെഡിങ്ങിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതിൽ പല ഏജൻസീസ്, ഡിഫൻസ് ഏജൻസീസിനൊക്കെ അവരുടേതായ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് അവരതുപോലെ ഷ്രെഡിങ് ഒക്കെ ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ഇപ്പോൾ കോവിഡ് നടന്നു, അപ്പോൾ കോവിഡിൽ നമ്മൾ കോവിഡ് പോസിറ്റീവായവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. അതെങ്ങനെ കളക്ട് ചെയ്യുന്നു, അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, ആർക്കൊക്കെ ആക്സസ് ഉണ്ട്, അതുപോലെ എങ്ങനെയാണ് ആ ഒരു 5 കൊല്ലം എത്ര കൊല്ലം ഇവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഡേറ്റ ഡിസ്ട്രക്ഷൻ ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് ഡേറ്റ കളക്ഷൻ. സോ ഡേറ്റ കളക്ഷൻ, ഡേറ്റ സ്റ്റോറേജ്, ഡേറ്റ ആക്സസ്, പിന്നെ ഡേറ്റ ഡിസ്ട്രക്ഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീച്ച് നടത്താൻ എളുപ്പമാണ്, ആ ഡേറ്റ വെച്ചിട്ട് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട്. ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസും വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് ഈ മാൻഡേറ്റ്സ് ഒക്കെ ചെയ്യും. കാരണം ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഡേറ്റ പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസിലും അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ആക്സസ് ചെയ്യാം, എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിനായ രൂപരേഖയും ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് ഈ ഡേറ്റ കളക്ട് ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പോൾ ഡേറ്റ ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ, ഇപ്പോൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ ഡേറ്റ ചോർന്നു അല്ലെങ്കിൽ ഡേറ്റ ആൾക്കാർക്ക് ആക്സസ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് പൊതുവേ പൊതുജനത്തിന് ഒരു ഭയം. അതായത് ഇങ്ങനെ നമ്മുടെ ഡേറ്റ പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പേരോ പാസ്വേഡോ അതിനപ്പുറത്ത് മാനങ്ങളുള്ളൊരു സംഗതിയും കൂടെ. ഒരു കളക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഭരണകൂടത്തിന് കിട്ടുന്ന ആക്സസ് എന്ന് പറയുന്നത് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സ്പൈ ഏജൻസീസിന് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഡാറ്റ എന്ന് പറയുന്ന സംഗതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിനെ പലതരത്തിൽ അനലൈസ് ചെയ്തിട്ട് പലതരത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പം നമ്മുടെ ബിഹേവിയർ, വ്യക്തിയുടെ ബിഹേവിയർ മാത്രമല്ല ഒരു സൊസൈറ്റീൻ്റെ ബിഹേവിയർ, അവരുടെ ചിന്തകളെ മുഴുവനും ഇതിനകത്തുനിന്ന് എൻകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഡാറ്റ എന്ന് പറയുന്ന സംഗതി മാറിയിട്ടുണ്ട്. അത് ഭരണകൂടം ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത ഏജൻസികളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. ഇതിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇനിയുള്ള കാലത്ത് എത്രത്തോളം മാരകമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇത് പൊളിറ്റിക്സിൻ്റെ ഭാഗം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡേറ്റ ഈസ് റിയലി പവർഫുൾ. അപ്പോൾ ഡേറ്റ പവർഫുൾ ആണ് എന്ന് പറയുന്നത് അത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതിപ്പോൾ പോപ്പുലേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പൊതുജനം എങ്ങനെയൊക്കെയാണ് ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഓൺലൈൻ ബിഹേവിയർ വെച്ചിട്ട് ഇവർ ഓഫ്ലൈനിൽ എങ്ങനെയൊക്കെയായിരിക്കും ഇവർ ചിന്തിക്കാൻ സാധ്യത, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ഇൻറ്ററാക്ട് ചെയ്യാൻ സാധ്യത എന്ന് മനസ്സിലാക്കാനും അതിനെ വെച്ച് ആ മോഡലിനെ വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും ചാൻസസ് കൂടുതലാണ്. അതിൻ്റെ ആ പ്രഡിക്ഷൻ വരുമ്പോഴാണ് ഇത് എന്തെങ്കിലും രീതിയിൽ
ആൾക്കാരുടെ ചിന്താശേഷിയെയോ അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രതികരണ ശേഷിയോ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഓൺ ഇറ്റ്സ് ഓൺ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ വെച്ചിട്ട് കൂടുതൽ പേരുടെ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പാറ്റേൺസ് കിട്ടും. അപ്പോൾ ആ പാറ്റേൺസ് വെച്ചിട്ടാണ് നമുക്ക് ചിന്താഗതി എങ്ങനെയാണ്, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ചിന്താഗതി എന്താണ്, അതിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആഡ്സ് ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ആഡ്സ് തുടങ്ങിയത് ഈ കൺസ്യൂമർ ബിഹേവിയറിനെ ഇമ്പാക്റ്റ് ചെയ്യാനായിരുന്നു എന്നുണ്ടെങ്കിലും, അതായത് ഒരു പ്രോഡക്റ്റ് വിൽക്കാനോ, ഇപ്പോൾ നമ്മൾ ആമസോണിൽ ചെന്ന് ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ചെല്ലുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ ആ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തോളണം എന്നില്ല. നമ്മൾ ആ സ്ക്രീൻ ടൈം ഒരു 1 second to 3 seconds നമ്മൾ ആ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻഡ് യൂസർ സ്ക്രോൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന എളുപ്പമാണ്. അപ്പോൾ ആ 1 to 3 seconds ഈ ആഡ് ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് എന്തോ താല്പര്യം ഇതിലുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ എടുക്കുമ്പോൾ 10, തൊടുക്കുമ്പോൾ 100, എത്തുമ്പോൾ 1000 എന്ന് പറഞ്ഞ പോലെയാണ് ആഡുകളുടെ സ്ഥിതി. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ആൾക്കാരുടെ ചിന്താശക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആൾക്കാർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പബ്ലിക്കായിട്ട് ആക്സസ് ആയിട്ട് ഉള്ള സാധനങ്ങൾക്കൊക്കെ നമുക്കിത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 2 പേര് ചാറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് പ്രൈവറ്റ് ആയ കാരണമാണ്. എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഈ ബിഹേവിയർ, ഈ ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെങ്കിൽ ഹേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ബേസ് ചെയ്തിട്ട് മോഡൽ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ മോഡൽ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ മോഡൽ ചെയ്തിട്ട് ചിന്താശേഷിയെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് വരുമ്പോഴാണ് അതൊരു പ്രശ്നമായി വരുന്നത്. പക്ഷെ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓൾറെഡി ബൈയിങ് ബിഹേവിയറിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആണ്. എന്തൊക്കെ പ്രോഡക്ട്സ് ആൾക്കാർ മേടിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം ആഡ്സ് കൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പല രീതിയിൽ ഉപയോഗിക്കാം. അവിടെയാണ് അതിൻ്റെ പൊളിറ്റിക്സ് എന്നും തോന്നുന്നു. കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് ഒരു ലാർജർ സ്കെയിലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം വേണമെങ്കിൽ. പക്ഷേ അത് പൊളിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റിന് അത് പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. അങ്ങനെ ചെയ്യുന്നില്ലേ? ഇപ്പോൾ US ഇലക്ഷനിലും ഈവൻ നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും അത്തരം സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും അതിൻ്റെ സ്വാധീനം കൂടുതലുള്ള സാധ്യതയെപ്പറ്റി പോലും ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ത്രട്ടല്ലേ അത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ? അത് ത്രെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കൺസ്യൂമർ ബിഹേവിയറിലേക്ക് വന്ന് ബൈയിങ് ഡിസിഷൻസിന് അത് പോസിറ്റീവ് ആയപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തപ്പോഴും അതൊന്നും പരാതികളുണ്ടായിരുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമായി ആർക്കും തോന്നിയില്ല. പക്ഷെ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിന്താശേഷിയോ അല്ലെങ്കിൽ പ്രതികരണശേഷിയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അത് ലാർജ് സ്കെയിലിൽ, അതായത് ഞാൻ ഈ പറഞ്ഞില്ലേ, അതായത് ഒരു 10 പേരോ 100 പേരോ എടുക്കുന്നതിനേക്കാളും അതിനെ 10 മടങ്ങ് ആവുമ്പോഴാണ് അതൊരു ഡിസിഷൻ ചേഞ്ചിങ് ആയിട്ട് വരുന്നത്. അതിൻ്റെ പ്ലസും മൈനസും ഉണ്ട്. ഞാൻ ആ പൊളിറ്റിക്സ് മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓൺലൈൻ ബിഹേവിയർ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ബിഹേവിയർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് ബിഹേവിയർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ബൈയിങ് ബിഹേവിയർ തീർച്ചയായിട്ടും ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആഡ്സ് കാണുന്നതും അത് നമ്മളെ പർച്ചേസ് ചെയ്യാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 10 ആഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരു ആഡിൽ കാണുന്ന ഒരു സ്പെസിഫിക് ആഡ് ചിലപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ക്ലിക്ക് ചെയ്ത് പോകുന്നത് വെബ്സൈറ്റ് അത് ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണോ അല്ലെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും തട്ടിപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല. അപ്പം അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഞാനീ പറഞ്ഞത് ഈ ലാർജ് സ്കെയിലായിട്ട് ആൾക്കാരുടെ ചിന്താശേഷി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഈ കൺസ്യൂമർ ബിഹേവിയറിൽ കണ്ടതാണ്. അവരുടെ പർച്ചേസ് ഡിസിഷനിലൊക്കെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്.
പക്ഷേ ബാക്കി ഈ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ഈ പൊളിറ്റിക്സ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞില്ല, പക്ഷെ പൊളിറ്റിക്സ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴും തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇതിപ്പോൾ കേംബ്രിഡ്ജ് അനലിറ്റിക്ക നമ്മൾ കണ്ടതാണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ട് അതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അത് വന്നതെന്നുള്ളത് കണ്ടതാണ്. ഇപ്പോൾ പല വികസിത രാജ്യങ്ങളിലും, ഇപ്പോൾ അമേരിക്ക ആവട്ടെ അല്ലെങ്കിൽ കാനഡ ആവട്ടെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ, എല്ലാ രാജ്യങ്ങളിലും ഏത് ഇലക്ഷന് മുമ്പായാലും ടാർഗറ്റഡ് ആഡ്സ്, അതിപ്പോൾ പല പൊളിറ്റിക്കൽ പാർട്ടീസും ടാർഗറ്റഡ് ആഡ്സ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്കറിയാം രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം, അത് ചെയ്യാം. അതല്ല ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊരു സംശയം അവിടെ വേണോ ഇവിടെ വേണോ എന്ന് സംശയമുള്ള ആൾക്കാരുടെ തോട്ട് പ്രോസസ്സും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇറ്റ്സ് എ ഫാക്ട്, നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. അത് എത്രത്തോളം മാരകമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, അതിപ്പോൾ എല്ലാ ടെക്നോളജിയും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ആയാലും മെഷീൻ ലേണിംഗ് ആയാലും ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജീസിനൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഹാർനസ് ചെയ്ത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ടെക്നോളജി വിൽ ഓവർടേക്ക് യു. അപ്പോൾ ടെക്നോളജി വിൽ ഓവർടേക്ക് യു എന്നുള്ളത് ടെക്നോളജി മൈറ്റ് സ്റ്റാർട്ട് കൺട്രോളിങ് ഹ്യൂമൻ ബീയിങ്സ് ഓൾസോ. അവിടെയാണ് റിസ്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ല, ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് പല ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലായാലും നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചാറ്റ് GPT അതൊക്കെ നമ്മൾ കണ്ടതാണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും, ക്രിയേറ്റീവ് സൈഡിൽ വരുന്ന പല ചാലഞ്ചസും, ഇപ്പോൾ റൈറ്റേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ക്രിയേറ്റീവ് കണ്ടന്റ് ഡെവലപ്പേഴ്സ്, അവർക്കൊക്കെ ഒരു കൺസേൺ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചാറ്റ് GPT ഞങ്ങളുടെ ജോലിയെ ബാധിക്കുമോ. പക്ഷേ മെഷീൻ ബേസ്ഡ് കണ്ടന്റ് ക്രിയേഷൻ ആയാലും അല്ലെങ്കിൽ AI ബേസ്ഡ് കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് കമ്പയറബിൾ ഇപ്പോൾ. പക്ഷേ ഗോയിങ് ഫോർവേഡ് ഇറ്റ് മൈറ്റ് ബിക്കം ഈവൻ മോർ അഡ്വാൻസ്ഡ്. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, മാനവരാശി ചിന്തിക്കുന്നതിന് അപ്പുറം ഈ ടെക്നോളജിയും AI ബേസ്ഡ് ടെക്നോളജീസും ഒക്കെ തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് സൈഡ് ഒരു സൈഡ് പോയി. പക്ഷെ എന്നാലും ഇതൊക്കെ ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഓഗ്മെൻറ്റേഷൻ ടെക്നോളജീസാണ്. അത് മാത്രം ആയിട്ട് അതിന് എക്സിസ്റ്റൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വെച്ച് എങ്ങനെ അത് മനുഷ്യന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ ഓഗ്മെൻറ്റേഷൻ വരുമ്പോഴാണ് ഇതൊക്കെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് ഓവർ എ പീരീഡ് നമ്മുടെ ഒരു ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു 3 ഉദാഹരണങ്ങൾ എടുത്താൽ, 3 കേസുകൾ എടുത്താൽ, ഒന്ന് നമ്മുടെ ഇവിടെ തന്നെ നടി ആക്രമിക്കപ്പെട്ട ദിലീപ് ഉൾപ്പെട്ട അതിൻ്റെ വിഷ്വൽസ് സേവ് ചെയ്ത് വെച്ചിരുന്ന അത് ആക്സസ് ചെയ്തു എന്നുള്ളൊരു വിവാദം. രണ്ടാമത്തേത് ഭീമ കൊറേഗാവ് കേസിൽ റോണ വിൽസൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻസി കൊണ്ടുവച്ച ഒരു ഡോക്യുമെൻറ്റിൻ്റെ പുറത്ത് UAPA വെച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. മൂന്നാമത്തേത് ഈ അടുത്ത് നടന്ന ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ റെയ്ഡ് നടത്തുകയും അവരുടെ എല്ലാം പേഴ്സണൽ ഡിവൈസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള മൂന്ന് തരത്തിലുള്ള ഇടപെടലുകളാണ് നടന്നേക്കുന്നത്. അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ലെവലിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് ഈ തെളിവ് ആക്സസ് ചെയ്തു എന്ന് നമ്മൾ ആരോപിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഉപയോഗിച്ചത് ടെക്നോളജി തന്നെയാണ്. ആ ഒരു സെനാറിയോ ഒന്ന് ക്ലിയർ ചെയ്യാവോ? ഇത് നമ്മൾ പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഡിജിറ്റൽ ഫോറൻസിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഈ 3 കേസസും ഇന്റർലിങ്ക്ഡ് ആണ്. ഇന്റർലിങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ ഫോറൻസിക്സിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക്സ് അതിപ്പോൾ എല്ലാ കേസും നോക്കിയാലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കളക്ഷൻ ആൻഡ് എവിഡൻസ് അക്വിസിഷൻ ആൻഡ് എവിഡൻസ് പ്രോസസ്സിങ്, അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെയൊന്നും ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് കണക്കാക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവില്ല ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ മുമ്പിൽ വരുമ്പോൾ. ജനറലായിട്ട് പറയാണ്, ഇതിപ്പോൾ ഞാൻ ലീഗൽ മാറ്റർ, ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന ലീഗൽ മാറ്റേഴ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല, ബിക്കോസ് ഇറ്റ്സ് ലീഗലായിട്ട് അത് ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് കളക്ഷൻ ആൻഡ് എവിഡൻസ് പ്രോസസ്സിങ്ങിൽ ശരിയായ രീതി ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസ് പറഞ്ഞ പോലെ തന്നെ എവിഡൻസ് പ്ലാൻ ചെയ്തതായിട്ടുള്ള ഒരു ഇതാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റംസ് തീർച്ചയായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. സിസ്റ്റത്തിന് സെക്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്ത ശേഷം അതിൽ ഡിജിറ്റൽ എവിഡൻസ് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. അത് നമ്മൾ കണ്ടു. പക്ഷെ അത് പ്ലാൻ ചെയ്തതല്ലയോ എന്നുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ എവിഡൻസ് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ലീഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക് സെക്യൂരിറ്റി ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സാധാരണക്കാരെ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്. വ്യക്തിതലത്തിൽ നമ്മൾ അത്രയും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഞാൻ ഈ നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യയും സാമൂഹ്യ മാധ്യമങ്ങളും തമ്മിൽ വളരെ അഡ്വാൻസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും ശ്രദ്ധയായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഡിവൈസ് നമ്മൾ പ്രോപ്പറായിട്ട് സേഫ് ഗാർഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അതിലെന്തെങ്കിലും ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഡോക്യുമെന്റ്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രൂവ് ചെയ്യും? അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല. അപ്പോൾ ആ പ്രൂവ് ചെയ്യുന്നത് ഒരു ഇറ്റ്സ് എ ടീഡിയസ് പ്രോസസ്. അതൊരു പ്രോപ്പറായ രീതിയിൽ തന്നെ അത് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യണം. എങ്ങനെയാണെന്ന് ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പല പല അവസരങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ എവിഡൻസ് കൊണ്ടുപോയി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്തിട്ട് ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പൊതുവെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ബേസിക് ഹൈജീൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മൊബൈൽ ഡിവൈസ് ആയാലും കമ്പ്യൂട്ടിംഗ് ഡിവൈസ് കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും അതിൻ്റെ സെക്യൂരിറ്റി ഒന്നും കറക്റ്റ് ആയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന പാസ്വേഡ്, അങ്ങനത്തെ പാസ്വേഡ്സ് ഒക്കെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിവൈസസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ അടക്കം മൊബൈൽ ഫോൺ നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എല്ലാം എപ്പോഴും കണക്റ്റഡാണ്. വയർലെസ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഡേറ്റ വെച്ച് നമുക്ക് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ്. എല്ലാ ആപ്സും ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആണ്. ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്, ഡേറ്റ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾവേസ് കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആരും ഇതിലേക്ക് ഹാക്ക് ചെയ്യില്ല. അപ്പോൾ അത് ഒരു ക്രിട്ടിക്കൽ കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു? നമുക്ക് എല്ലാം ഓൺലൈനിലാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് കണക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ, ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അതിലില്ല എന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 2-way ട്രാഫിക്കാണ്. നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെയും ചിലപ്പോൾ ആരെങ്കിലും ആക്സസ് ചെയ്ത് കളയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വൈഫൈ ഉപയോഗിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സംഗതി ഉപയോഗിക്കുന്നു, അങ്ങനെ പിന്നെ നമ്മൾ പരസ്പരം ടെതർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഒരു ഓഫീസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കില്ല. നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മുടെ ആളുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗവും കൂടിയിട്ടാണല്ലോ. പുറത്തുനിന്ന് നമ്മൾ നെറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർവീസ് പ്രൊവൈഡർക്ക് എത്രത്തോളം സാധ്യതയുണ്ട് നമ്മുടെ ഓരോ പേഴ്സണൽ ഡിവൈസിലേക്കും കടന്നു വരാനായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിവൈസ് ബേസ്ഡ് സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ നമ്മൾ ഈ പബ്ലിക് വൈഫൈയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ യാത്ര ചെയ്യാണ്, ഫ്രീ വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്തു, ഒരു കോഫി ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ പോയി, നമ്മൾ അവിടുത്തെ ഫ്രീ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ വേറെ ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു നെറ്റ്വർക്കിൽ നമ്മുടെ ഡിവൈസും കൂടി ആഡ് ആവുന്ന സമയത്ത് അതിൽ ഉള്ള ആളുകൾക്കൊക്കെ ഒരു കോമൺ സംഗതി രൂപപ്പെടുന്നുണ്ടോ? കോമൺ സംഗതിയല്ല. ഇപ്പം നമ്മളൊരു ഫ്രീ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ ആ വൈഫൈയിൽ കണക്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടൂൾസ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പബ്ലിക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ്, അതുപോലെ സെൻസിറ്റീവായ കാര്യങ്ങൾ, കോൺഫിഡൻഷ്യലായ കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഒരു VPN തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിംഗ് ആണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ നിന്ന് ആ VPN സർവീസ് പ്രൊവൈഡറിൻ്റെ സെർവറിലേക്കുള്ളത് ഫുള്ളായിട്ട് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അവരറിയില്ല. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ ബാങ്കിങ് ആക്സസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ബിക്കോസ് നിങ്ങൾ ഫ്രീ വൈഫൈയിൽ ആക്സസ് ചെയ്യുമ്പോൾ ചാൻസസ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്നൂപ്പിൻ, അതായത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ
ഉള്ള ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ടൂൾസ് അവിടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പബ്ലിക് വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു VPN പോലുള്ള ഒരു കണക്ഷൻ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾ VPN ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെ സെക്യൂരിറ്റി, അതായത് എൻക്രിപ്ഷനുള്ള VPN ബേസ്ഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഇൻബൗണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ സിസ്റ്റംസ് ആക്സസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ.